ഹലോ, നമ്മുടെ ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മോന് മാങ്ങ അച്ചാർ വേണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, സാധാരണ പോലെ ഉണ്ടാക്കാണ്ട് വേറൊരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലെണ്ണ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ കട്ടിയും പോലെയല്ല, അത് ഈ രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് മാങ്ങ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇതൊരു 300 ഗ്രാം മാങ്ങ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ അകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി വേറെ ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ. ഈ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്, അതല്ലാണ്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ആ മാങ്ങ നമ്മൾ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതിനും കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ എണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടല്ലോ, ആ സമയത്ത് തന്നെ കുറച്ചളവിൽ നമുക്ക് ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ചളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതാ എണ്ണയിൽ ആദ്യമേ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തുകൊണ്ടാണ് പിന്നെ വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുറച്ചും കൂടെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ കടുകൊക്കെ ഇടുമല്ലോ, ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ഒരു 2 അല്ലിയൊക്കെ വെളുത്തുള്ളി വേണമെന്നുള്ളവർക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുക. നമ്മൾ അടച്ച് വയ്ക്കുന്നതിന് മുന്നേ ഒരു അല്പം ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് കുറവായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായി. ഒരു നുള്ളു, വളരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ മാംഗോ തൂക്കെന്നൊക്കെയാണ് പറയുന്നത്. അത് തൈര് സാധനത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് പിന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. മുളകും അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഉപ്പും മുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു അല്പം ഒന്ന് കഴിച്ചു നോക്കാം. ചൂടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.